മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാം. കോഴിക്കോട് താമരശ്ശേരിയിൽ ഷഹബാസ് കൊലപാതകത്തിൽ മെറ്റയോട് വിവരങ്ങൾ തേടുകയാണ് അന്വേഷണ സംഘം. കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് സംബന്ധിച്ച പോലീസിന്റെ നീക്കം. സംഘർഷം ആസൂത്രണം ചെയ്ത ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ കൂടിയാണ് പോലീസിന്റെ ശ്രമം. കേസിൽ അറസ്റ്റിലായ 6ാമത്തെ വിദ്യാർത്ഥിയും വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിൽ SSLC പരീക്ഷ എഴുതുന്നത്. ജുവനൈൽ ഹോമിന് മുന്നിൽ പ്രതിഷേധിച്ച KSU MSF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. സജീവ് സിവാര് ചേരുന്നു. സജീവ്, രാവിലെയും അവിടെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ സ്വീകരിക്കാനുള്ള പോലീസിന്റെ നീക്കം. ഇത് സംബന്ധിച്ച് ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ ഉന്നതർ, ഈ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടോ എന്നതാണോ പോലീസ് അന്വേഷിക്കാൻ ശ്രമിക്കുന്നത്? സജിത്ത്, അത് അത്തരം ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഈ കുട്ടികൾക്ക് തനിയെ ഇത്രയും ക്രൂരമായൊരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യം ആദ്യം തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് മുതിർന്നവരുടെ പ്രേരണയോ അല്ലെങ്കിൽ അവരുടെ ആഹ്വാനമോ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിച്ചിരുന്നു. അതിന് അക്കാര്യത്തിലുള്ള തെളിവുകൾക്ക് വേണ്ടി കൂടിയാണ്, അല്ലെങ്കിൽ കൂടുതൽ പ്രതികൾ ഇതിൽ കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുണ്ടോ എന്നുള്ള കാര്യമെല്ലാം പരിശോധിക്കാൻ വേണ്ടിയാണ് ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ചത്. അത് പ്രകാരം ഫോണുകൾ പിടിച്ചെടുത്തിരുന്നു. ആദ്യഘട്ടത്തിൽ 4 ഫോണുകൾ, പിന്നീട് കുറെ കുട്ടികളുടെ ഫോണുകൾ പിടിച്ചെടുത്തു. അതിനുശേഷം അതിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഫോണുകളിൽ നിന്ന് ഉള്ള ഡാറ്റ ശേഖരിച്ചിരുന്നു. അതേസമയം ഡിലീറ്റ് ചെയ്ത, ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയ ഡാറ്റകൾ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പോലീസ് മെറ്റയ്ക്ക് അറിയിപ്പ് നൽകിയിരിക്കുന്നത്. അവരിൽ നിന്ന് പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന ആവശ്യമാണ് പോലീസ് ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ആണ് പുതിയ ഒരു പ്രതിയെ കൂടി ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഇപ്പോൾ ജുവനൈൽ ഹോമിൽ പാർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ജുവനൈൽ ഹോമിൽ ഇപ്പോൾ ഇന്ന് കുട്ടി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷ എഴുതാൻ അവരെ അനുവദിച്ച സാഹചര്യത്തിൽ നീതി ലഭ്യമാക്കണം, ഷഹബാസിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മാർച്ച് നടത്തുകയായിരുന്നു വിദ്യാർത്ഥി സംഘടനകൾ. KSU MSF പ്രവർത്തകരാണ് ജുവനൈൽ ഹോമിലേക്ക് മാർച്ച് നടത്തിയത്. നേരിയ സംഘർഷമുണ്ടായി. അതിനുശേഷം KSU പ്രവർത്തകരെയും MSF പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ചേവേർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്ന് വെച്ചാൽ ഈ ആയുധം ഉപയോഗിക്കാൻ എങ്ങനെയാണ്, അതായത് നഞ്ചക്ക് പോലെയുള്ള ആയുധങ്ങൾ ഈ കുട്ടികൾക്ക് ആരാണ് നൽകിയത്? നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പിതാവിന്റെ വീട്ടിൽ നിന്നാണ് ഈ നഞ്ചക്ക് പിടിച്ചെടുത്തത്. അയാൾ തന്നെ കുട്ടിക്ക് ഇത് നൽകി വിടുകയായിരുന്നോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അയാളുടെ അറിവോടെയാണോ ഈ കുട്ടി നഞ്ചക്കുമായി ഈ ആക്രമണത്തിന് പോയത് എന്ന കാര്യം പരിശോധിക്കുന്നു. ഇത്തരത്തിൽ ആക്രമിക്കണം, ഗുരുതരമായി പരിക്കേൽപ്പിക്കണമെന്ന ആഹ്വാനം ചെയ്ത കുട്ടികൾ, അല്ലെങ്കിൽ ഇത്തരം ഗ്രൂപ്പുകൾ, അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും മറ്റ് ഇൻസ്റ്റ വഴിയുള്ള മെസ്സേജുകളിലും എല്ലാം തന്നെ ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നടന്നത്, ഇവരുടെ ആശയവിനിമയത്തിന്റെ മുഴുവൻ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത്തരത്തിൽ ആഹ്വാനം നൽകുകയോ അല്ലെങ്കിൽ കുറ്റകൃത്യത്തിന് പ്രേരണ ചെലുത്തുകയോ ചെയ്ത മറ്റു കുട്ടികളെ കൂടി ചോദ്യം ചെയ്യുകയോ ആവശ്യമെങ്കിൽ കസ്റ്റഡിയിലെടുക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൂടി ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. സജീവ് സൂചിപ്പിക്കുന്നത് പോലെയാണ് ഡിജിറ്റൽ തെളിവുകൾ തേടുകയാണ് പോലീസ്. ഇതിന്റെ ഗൂഢാലോചന അടക്കം വ്യക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നീക്കമുണ്ടാകുന്നത്. ഇതിനിടയിൽ വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിലേക്ക് ഇന്നും വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അവസരം നൽകിയതിനെതിരെയായിരുന്നു നീക്കം. ശക്തമായ പ്രതിഷേധം വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിലേക്ക്
ഈ കൊലയാളികൾക്ക് പരീക്ഷ എഴുതാൻ അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് KSU MSF പ്രവർത്തകരുടെ പ്രതിഷേധം.